ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഫിറോസ് ഖാന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയ സമയത്ത് അദ്ദേഹം സ്വയം അപമാനിതനായി എന്നുള്ളതാണ്. ഫിറോസ് ഖാൻ സർ, താങ്കളുടെ സഹോദരനായ അക്ബറിന്റെ താജ്മഹൽ എന്ന സിനിമ കാണിക്കുമെന്ന് പാകിസ്ഥാനിലുള്ളവർക്ക് സത്യം ചെയ്തിരുന്നു. ആ പേരിലാണ് താങ്കൾ പാകിസ്ഥാനിലേക്ക് പോയത്. പക്ഷേ ആ പ്രോഗ്രാമിൽ താങ്കൾ വലിയൊരു കലാപമാണ് അവിടെ ഉണ്ടാക്കിയത്. അവിടെ ഇരുന്ന ഒരു ആങ്കറിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ മീശയെടുത്ത് നിങ്ങളുടെ വായി തന്നെ ഇടുമെന്ന് താങ്കൾ പറഞ്ഞു. രജിത് സാർ, ഇത് മുഴുവനായിട്ടും തെറ്റായ കാര്യങ്ങളാണ്. ഞാനും ആങ്കറുമായിട്ട് യാതൊരു മീറ്റിംഗും നടന്നിട്ടില്ല. ആ ആങ്കറിൻ്റെ പേര് വന്നിട്ട് ഫസ്ലു റഹ്മാൻ, ഫക്രിയാലം. അവരെ ഞാൻ കണ്ടത് ഏകദേശം 1 മിനിറ്റ് മാത്രമേ ഉണ്ടാകൂ. അവർ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അദ്ദേഹം താങ്കളുടെ അടുത്ത് വന്ന് മൈക്രോഫോൺ ക്യാമറ എടുത്ത് വന്ന് സംസാരിക്കാൻ പറഞ്ഞു എന്നുള്ള കാര്യം? അതെ, പറഞ്ഞു. അവർ എല്ലാവരുടെ അടുത്തും പോകുമായിരുന്നു. ആദ്യം എൻ്റെ ചേട്ടൻ അക്ബർ ഖാൻ്റെ അടുത്ത്, കാരണം അദ്ദേഹം പ്രൊഡ്യൂസർ ഡയറക്ടറാണ്. അതിനുശേഷം അയാൾ എൻ്റെ അടുത്ത് വന്നു. എനിക്കപ്പോൾ മനസ്സിൽ എന്താണ് വന്നത് അത് ഞാൻ പറഞ്ഞു. അത്രത്തോളം ദേഷ്യം വരുന്ന രീതിയിൽ താങ്കൾ എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു ഇന്ത്യൻ ആയിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നാണ്. ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ലോകത്തിൽ ഇന്ത്യയാണ് ഏറ്റവും അധികം സെക്യുലറായ സ്ഥലം. അതായത് ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അതായത് മതവ്യത്യാസങ്ങൾ, അതാണ് സമുദായങ്ങൾക്ക് സമാധാനം കിട്ടാത്തതിൻ്റെ കാരണം. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിലും നടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ വേറെ ചില നാട്ടിലും നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഒരിക്കലും പാകിസ്ഥാനെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഓപ്പൺ ഹാർട്ടായിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ നാടെന്ന രീതിയിൽ മുസ്ലിം പ്രസിഡന്റ്, പിന്നെ സിഖ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളൊരു കാര്യം ലോകത്ത് എവിടെയുമില്ല എന്ന് പറഞ്ഞു. താങ്കൾ ഇന്ത്യയെ ഒരു സെക്യുലർ രാജ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ സിഖുകാരൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, പ്രസിഡന്റ് ഒരു മുസ്ലിം ആയിരുന്നു. അതൊക്കെ പാകിസ്ഥാൻകാർക്ക് ഇഷ്ടപ്പെടാതെ പോയോ? എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല അവർക്ക് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടാത്തതെന്ന്. നമ്മൾക്കത് അഭിമാനം തന്നെയല്ലേ. ഒരു ഇന്ത്യനായിട്ട് ഞാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമാണ്. ഇതിനു മുന്നേ ഒരു മുസ്ലിം പ്രസിഡന്റും ഉണ്ടായിരുന്നു ഇവിടെ, ചീഫ് മിനിസ്റ്ററായിട്ടും ഉണ്ടായിരുന്നു ഇവിടെ, എന്തിന് ചീഫ് ജസ്റ്റിസുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പാകിസ്ഥാനിൽ മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്നു എന്നും താങ്കൾ പറഞ്ഞിരുന്നു. ഞാനപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രജിത് സാർ, സോഷ്യൽ അൺട്രസ്റ്റ് കാരണം, മതവ്യത്യാസങ്ങൾ കാരണം കൊണ്ട് ലഹളയും കലാപങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഇത് എൻ്റെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞേ? ഞാൻ എൻ്റെ നാട്ടിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യമല്ല, ലോകത്ത് മുഴുവൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. താങ്കൾ പാകിസ്ഥാനിലേക്ക് പോയി അവിടെയുള്ള ഓഡിയൻസിന്റെ മുൻപിൽ, ക്യാമറയുടെ മുൻപിൽ ഇത്രത്തോളം സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു. അത് എല്ലാം സത്യമാണ്. പക്ഷെ ഇത്ര ധൈര്യമായിട്ട് താങ്കൾ പറഞ്ഞല്ലോ. സത്യങ്ങൾ കൈപ്പേറിയതായതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ തന്നെ പറയും. ഞാൻ അറിഞ്ഞത് ആ സത്യങ്ങൾ അത്രത്തോളം കൈപ്പേറിയതായതുകൊണ്ടാണ് താങ്കളുടെ മുന്നിലുണ്ടായിരുന്ന ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയത്. അതായത് ഫക്കുൽ ആലം വന്നിട്ട് ഞാൻ സംസാരിച്ച് തീരുന്നതിന് മുന്നേ തന്നെ പോവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൽക്ക്, ഞാനിതുവരെ എൻ്റെ സ്പീച്ച് ഫിനിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും 2-3 കാര്യങ്ങൾ പറയാനായിട്ട് വിചാരിച്ചു, അതെല്ലാം പറഞ്ഞു. അതിനുശേഷം അവർ വന്നിട്ട് കബീർ ബേദിയുടെ അടുത്ത് പോയി, സഞ്ജയ് ഖാൻ, ശത്രുഘ്ൻ സിൻഹ, അവിടെ എല്ലാ സിനിമ പേഴ്സണാലിറ്റീസിൻ്റെ കൂടെ ഫർദിൻ ഖാൻ, പിന്നെ മനീഷ കൊയ്രാളയുടെ അടുത്തും പോയി. മനീഷയുടെ അടുത്ത് പോയി, നിങ്ങൾ എന്തുകൊണ്ട് അത്ര നെർവസ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചു. മനീഷ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. പാവം, മനീഷ വന്നിട്ട് വളരെ കാമായിട്ടുള്ളൊരു കൊച്ചാണ്, വളരെ നല്ല കുട്ടി, അതുമല്ല സിനിമയിലെ പ്രധാനപ്പെട്ട സ്റ്റാറുമാണ്. രജിത് സാർ, നമ്മളെല്ലാം അവിടെ ഒരു ഗസ്റ്റായിട്ടാണ് പോയത്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ചോദിക്കാൻ ഒരു ആങ്കറിന് ഒരു റൈറ്റ്സും ഇല്ല. അതുമല്ല, നിങ്ങൾ മൂവിയിലൊന്നും ഇങ്ങനെ അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. എനിക്കാ കാര്യം ഒട്ടും ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഞാൻ ആളുടെ അടുത്ത് നേരിട്ട് പോയി, എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് ചോദിക്കാനാണ് വിചാരിച്ചേ. അവർ വളരെ നല്ലൊരു ആക്ട്രസ്സാണ്, ടോപ്പ് സ്റ്റാറുമാണ്, അവർ നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഇതെനിക്ക് അയാളോട് ചോദിക്കാനായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ടേബിളിലോട്ട് എഴുന്നേറ്റ് വേറൊരാളോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. അയാൾ എൻ്റെ പാകിസ്ഥാനി ഫ്രണ്ടാണ്, അയാളുടെ പെർമനൻറ്റ് സിറ്റിസണായിട്ട് ജീവിക്കുന്നു. എൻ്റെ അടുത്തിരുന്ന ആളോട്, മറ്റേ ആളോട് ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ടേബിൾ വിട്ട് എഴുന്നേറ്റ് പോയി. ആള് എന്തിനങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ പോയിട്ട് എൻ്റെ ചേട്ടൻ്റെ കൂടെ ചേർന്നു. താങ്കൾ സിനിമയിൽ അഭിനയിച്ച ക്യാരക്ടറൊക്കെ അവർ കണ്ടു കാണും, അതുകൊണ്ട് ചിലപ്പോൾ പേടിച്ചു പോയി. അങ്ങനെ രജിത് സാർ എന്നെപ്പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ദേഷ്യം വരും. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കരുണയുള്ളത് എനിക്കാണെന്ന് എനിക്കറിയാം. അവർ മനീഷ കൊയ്രാളയുടെ അടുത്ത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് താങ്കൾക്ക് ഇത്രത്തോളം ദേഷ്യം വന്നത്. ആൻഡ്
താങ്കളുടെ ആ ദേഷ്യം കണ്ട് പേടിച്ചാണ് ആ ആങ്കർ അവിടെ എവിടെയായിട്ടൊക്കെ ഓടിയത്. ഇല്ല, ശരിക്കും എന്താ നടന്നതെന്ന് വെച്ചാൽ അയാളുടെ സ്പീച്ച് കഴിഞ്ഞിട്ട് അയാൾ ബാക്ക് സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ ഞാൻ അയാളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് പോയി. അതിനുശേഷം അയാൾ വന്നിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. എനിക്ക് സ്കഫിൽ വന്നത്, ഞാനും അയാളുമായിട്ട് അടി നടന്നത്, ഇതെല്ലാം വളരെയധികം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, താങ്കൾ അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റൊക്കെ തകർത്തെന്ന്. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്ക്, ഒരു ചെറിയ കാര്യത്തെ എത്രത്തോളം വലുതാക്കിയിരിക്കുന്നുവെന്ന്. ഈ കഥ എവിടെ ആരംഭിച്ച് എവിടെ തീരാൻ പോകുന്നെന്ന് ഓർത്ത് ഞാൻ വേവലാതിപ്പെടുകയാണ്. ഇവിടെ ഓരോ ദിവസവും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇളക്കി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പാകിസ്ഥാൻ ന്യൂസ് പേപ്പറിൽ ഈ ന്യൂസ് വന്നിരുന്നു. അതായത് താങ്കളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ താങ്കൾ കുറച്ചധികം മദ്യപിച്ചിരുന്നു എന്നുമായിരുന്നു അവർ എഴുതിയിരുന്നത്. അതിപ്പോ നോക്കുകയാണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം 2 ഗ്ലാസ് ഷാമ്പെയിന് കുടിച്ചിരുന്നു. അതിൽ തെറ്റ് പറയാനായിട്ട് ഇപ്പം ഒന്നുമില്ല. എല്ലാവർക്കും ഷാമ്പെയിന് സെർവ് ചെയ്തിരുന്നു. അവിടെ വന്ന എല്ലാ ഗസ്റ്റും ഷാമ്പെയിനും കുടിച്ചിരുന്നു. ഞാനും കുടിച്ചു, പാകിസ്ഥാനിൽ നിന്നുള്ളവരും കുടിച്ചു. എല്ലാവരും എൻജോയ് ചെയ്ത് നല്ലൊരു പ്രീമിയറും കണ്ടു. അതിനുശേഷം പാർട്ടിക്കും വരികയുണ്ടായി. പക്ഷേ ഈ കാര്യം സത്യമാണോ? വഴക്ക് അതിന്റെ ഉച്ചത്തിലെത്തി ശത്രുഘ് സിഗ്ന വന്ന് താങ്കളെ സമാധാനപ്പെടുത്തിയെന്നൊക്കെ ഞാൻ കേട്ടു. ശത്രു അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റതേയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ശത്രുവിനോട് ചോദിച്ചു നോക്കാം. അതുമല്ല, ശത്രു എൻ്റെ വലിയൊരു കൂട്ടുകാരനുമാണ്. ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കശ്മാ കഷ് എന്ന് പറയുന്നൊരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാനെപ്പോഴും ബിഹാരി പട്ടാൻ എന്നാണ് വിളിക്കാറ്. ശത്രുഘ്ൻ സിൻഹയെ. അതായത് ഞങ്ങൾ അറിഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ലെന്നാണ് താങ്കൾ പറയുന്നത്. ചെറിയ കാര്യം വലുതാക്കിയെന്ന് താങ്കൾ പറയുന്നു. അതെ, ഒരുപാട് വലുതാക്കിയിരുന്നു. അതാണ് സത്യം. ആ പ്രശ്നം എത്രത്തോളം വലുതായെന്ന് വെച്ചാൽ താങ്കളെ പാകിസ്ഥാനിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്തതായിട്ടാണ് എല്ലാ പത്രങ്ങളിലും എഴുതിയത്. രായ്ക്ക് രായ്മാനം അവിടെ നിന്ന് പുറപ്പെടാനും പറഞ്ഞെന്ന് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് വന്നത് രജിത് സാർ. ഞാനാദ്യം നിങ്ങളുടെ അടുത്ത് അവിടെ എന്താ നടന്നെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 24-ൻ്റെ അന്ന് റീച്ചായി, പ്രസ് കോൺഫറൻസ് അങ്ങനെ എല്ലാം നടന്നു. 25-ൻ്റെ അന്നും പ്രസ് കോൺഫറൻസ് അതൊക്കെ തന്നെയാണ് നടന്നത്. 26-ൻ്റെ അന്ന് പ്രീമിയർ ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടിയും നടന്നു, ഗോൾഡ് ക്ലബ് പാർട്ടി. ആ പാർട്ടിയിലാണ് ഈ കാര്യം നടന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഡെലിഗേഷൻ കറാച്ചിയിലോട്ട് പോയി. കറാച്ചിയിലെ വേറൊരു പ്രീമിയർ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രി 2 മണിയായി. ഞാൻ അക്ബറിനോട് പറഞ്ഞു, ഞാൻ അവിടെ വരേണ്ട കാര്യമുണ്ടോ? ഞാൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുകയാണ്. നാളെ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ പർവേഷ് ചൗധരി ലാഹി റെഡ് ഫോർട്ടിലേക്ക് വരാനായിട്ട് ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണോ നിങ്ങൾ വരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നിങ്ങളുണ്ട്, പിന്നെ ശത്രുഘ്ൻ സിൻഹയുണ്ട്, കൂടെ ഫർദിൻ ഖാനുണ്ട്, നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യും, അതാണ് ഞാൻ പറഞ്ഞത്. അവരെല്ലാവരും രാവിലെ പോയി. അന്ന് രാത്രി ഞാൻ റെഡ് ഫോർട്ടിലോട്ടും പോയി. എനിക്ക് റെഡ് ഫോർട്ടിൽ എത്രമാത്രം റെസ്പെക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ, രജിത് സാർ, ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്, വളരെ പവർഫുൾ സ്റ്റേറ്റിൻ്റെ ലീഡർ ചൗധരി, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എക്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, എല്ലാ നാട്ടിൽ നിന്ന് വന്ന 50 അംബാസിഡർ, ആൾമോസ്റ്റ് എല്ലാ MPs, പിന്നെ സെനറ്റേഴ്സ്, പിന്നെ പഞ്ചാബ് അസംബ്ലിയുടെ മെമ്പേഴ്സ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയോ, ലൈറ്റിംഗ്, സൗണ്ട്സ്, അങ്ങനെ എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം വളരെ മനോഹരമായൊരു സ്ഥലം. നമ്മുടെ ഫതേപൂർ സിക്രിയുടെ അത്ര വന്നില്ലെങ്കിൽ പോലും അത് വളരെ മനോഹരമായൊരു സ്ഥലം. സോ ആ പ്രോഗ്രാം എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ചീഫ് മിനിസ്റ്റർ അടുത്താണിരുന്നത്, അദ്ദേഹം ഇവിടെ ഇരുന്നു, ഞാൻ അവിടെ ഇരുന്നു. ഫിറോസ് സാർ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചൗധരി സാർ, ഇത് ശരിയല്ല, ആദ്യം നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. ആ സ്റ്റേജിൽ എനിക്ക് അത്രമാത്രം റെസ്പെക്റ്റ് എല്ലാവരും തന്നു. ഞാനല്ലാതെ അവിടെ വേറെ ആരും സംസാരിച്ചില്ല. അതായത് ആ പ്ലാറ്റ്ഫോമിൽ അത്രമാത്രം എനിക്ക് കയ്യടികളും കിട്ടി. അതായത് ഞാനവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു ഫീലിംഗ്, വാജ്പേയി സാറ് ക്രിക്കറ്റ് ഇല്ലാതെ തുടങ്ങിയത്, അതിന് പ്രസിഡന്റ് മുഷറഫ് റെസ്പോണ്ടും ചെയ്തു. ഞാൻ എപ്പോഴും പ്രസിഡന്റിനെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം വെറുമൊരു മിലിറ്ററിമാൻ മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ. പ്രസിഡന്റ് മുഷറഫ് ഒരു സ്റ്റേറ്റ്സ്മാനാണ്. പിന്നെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം പാകിസ്ഥാനിൽ ചില ഹാർഡ് ലൈൻ എലിമെൻറ്റ്സ് ഉണ്ടെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം പരമാവധി ശ്രമിച്ചുകൊണ്ട് 2 നാടിൻ്റെയും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ 2 നാടുകളും ഒന്നായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ശേഷം ഏറ്റവും വലിയ ശക്തി ഈ നാട് തന്നെയായിരിക്കും. മുഷറഫിന്റെ സൈഡിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നതായിട്ട് ഈ ന്യൂസ് പേപ്പറിൽ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് രജിത് സാർ, ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഈ കാര്യം ഏത് രീതിയിലാണ് അവിടെ പോയി എത്തിച്ചേർന്നതെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പേപ്പറിലും ഉണ്ടായിരുന്നു, അബ്ബാസ് നഖ്വി പറഞ്ഞു ഫിറോസ് ഖാൻ വന്നിട്ട് ട്രൂ നാഷണലിസ്റ്റ് എന്ന്. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, നിങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. പിന്നെ വേറൊരു കാര്യവും പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ വെറുപ്പിൽ നിന്ന് ഉണ്ടായ നാടാണെന്ന്. അത് ഫിറോസ് ഖാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അവിടെ പോയ ഇന്ത്യൻ മുസ്ലിംസിനോട് വളരെ മോശമായിട്ട് പെരുമാറി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ സ്പീച്ചെല്ലാം ഡോക്യുമെൻറ്റഡ് ആണ്.
എല്ലാത്തിലും പ്രൂഫുണ്ട്. അത് ക്യാമറയിലും ഉണ്ടല്ലോ. അത് ഇവിടെയുള്ള ന്യൂസ് പേപ്പേഴ്സ് വളരെ വലുതാക്കി കാണിച്ചു. മീഡിയ ഇവിടെ നിന്നെടുത്ത് അവിടെ പോയി കാണിച്ചു. അതിനുശേഷം അത് കറങ്ങി 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 പ്രസിഡന്റിന്റെ അടുത്ത് വരെ പോയി. താങ്കൾ പാസ്പോർട്ട് എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, എന്നെ ഒന്ന് കാണിക്കാൻ സാധിക്കും? ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് കാണട്ടെ. നന്നായിട്ട് തന്നെ നോക്ക്. ഇത് ഡൽഹിയിൽ വന്നൊരു ന്യൂസാണ്. അത് 29th വന്നൊരു ന്യൂസ്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതെന്റെ പാസ്പോർട്ടാണ്. പേപ്പർ വെച്ച് എടുത്തുകൊണ്ട് വന്നേ. ടൈം വേസ്റ്റ് ആകാൻ പാടില്ലല്ലോ. ജഡ്ജിയെ എടുത്ത് കൊടുക്കാം, അദ്ദേഹം കാണട്ടെ. നമ്മളോട് പറയും. അത് വന്നിട്ട് 6th, 7th, 10th ആ പേജുകളുണ്ടാവും. 38th പേജ് സർ. 38 April 2006. ഇപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഇതിൽ ലാഹോർ എൻട്രി ഉണ്ട്. അത് 29 മാർച്ചിനാണ് 2006. അവിടെ നിന്ന് അദ്ദേഹം ഡിപ്പാർച്ചർ ആയതാണ് 30th April ഡിപ്പാർച്ചർ ആയതാണ് 2006. അതിനുശേഷം അതേ ദിവസം അദ്ദേഹം ദുബായിൽ പോയിട്ടുണ്ട്. ആ എൻട്രി ഡേറ്റും ഇതിനകത്ത് ഉണ്ട്. അതായത് ആ ദിവസം ഇദ്ദേഹം ദുബായിൽ 30th April ദുബായിൽ എൻട്രി ഇദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്തതായിട്ട് വന്ന സന്ദേശങ്ങൾ തെറ്റാണ്. പാസ്പോർട്ടിനകത്ത് എല്ലാ സത്യങ്ങളും ഉണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് സത്യമാണ്. താങ്കളെ ഡീപ്പോർട്ട് ചെയ്തില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു ഓർഡർ ഇട്ടിരിക്കുകയാണ്. ആ ഓർഡർ എന്താണെന്ന് വെച്ചാൽ, ആ ഓർഡറിൽ അവർ പറയുന്നത് ഫിറോസ് ഖാനെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. താങ്കളുടെ എൻട്രി തടഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് രജിത് സാർ, അത് അവരുടെ നാടാണ്. ഞാനെന്താ പാകിസ്ഥാനിൽ സെറ്റിലാകാൻ പോകുന്നു എന്നാണ് ചോദിച്ചേ. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് നാടുകളും കൾച്ചറൽ ആസ്പെക്റ്റിൽ ഒരുപാട് ഇനിയും അടുക്കണം. കാരണം കൾച്ചറൽ അംബാസഡർ എന്ന് പറയുന്നത് നാടിന് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അത് ഗവൺമെൻറ് മനസ്സിലായെന്നാണ് തോന്നുന്നത്. ആ ഒരു ആഗ്രഹത്തോടെയാണ് ഞാനവിടെ പോയത്. എനിക്ക് ആ റെസ്പെക്റ്റും അവിടെ നിന്ന് കിട്ടി. ഈ കാര്യം ഉണ്ടല്ലോ, അത് ഞാൻ പറയാം. ചീഫ് അസംബ്ലിയിൽ സംസാരിക്കാൻ പോലും എനിക്ക് അവിടെ നിന്ന് അവസരം തന്നു. എനിക്ക് ആ രീതിയിൽ അവിടെ നിന്ന് റെസ്പെക്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഈ കാര്യത്തെ വെച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തു പറയാൻ പറ്റും. ഇപ്പോൾ പ്രസിഡന്റായിട്ട് മുഷറഫ് സാറുണ്ട് അവിടെ. അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ഹെഡ്ലൈനായിട്ടുണ്ട്. എല്ലാ പേപ്പേഴ്സും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ എത്രത്തോളം പുകഴ്ത്തിയാണ് സംസാരിച്ചിരിക്കുന്നത്, ഞാനത് കണ്ടിരുന്നു ആ പേപ്പർ. അതെ, കയ്യോടെ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്കൾ പാകിസ്ഥാനെ പ്രശംസിച്ചു, മുഷറഫിനെ പ്രശംസിച്ചു. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലെ ഒരു വാക്കുപോലും താങ്കൾ പറഞ്ഞില്ല. പക്ഷേ അവരുടെ TV ചാനലുകളിൽ താങ്കളെ കളിയാക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അതായത് അറിയാതെ അവരെ റെസ്പെക്ട് എനിക്ക് തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ നന്ദിയും പറയുന്നു. ഞാൻ വേണമെങ്കിൽ ആ ക്ലിപ്പ് താങ്കളെ ഇട്ട് കാണിക്കാം. ഞാനും കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയത്. कहते हैं कि शराब पी के आदमी सच बोलता है. मैंने शराब नहीं पी, इसलिए मैं सच बोल रहा हूँ. समझ गए ना? देखिए, मैं असल में गुस्से में हूँ. उस पॉप स्टार ने मेरी इंसल्ट की है. हिंदुस्तान से हम यहाँ आए थे. आप हमारे मेहमान हैं, हम आपके मेहमान हैं. क्या फर्क पड़ता है? सब चलता है. असल में मुगलों का ये वार, ये हमला कुछ नाकाम हो गया, क्योंकि ये ताजमहल शाहजहां ने नहीं, अकबर ने बनवा दिया. अकबर बादशाह नहीं, अकबर खान. इसमें मलका नूरजहां की पोती सोनिया जहां मुमताज महल बनी है. मैं खुद कंफ्यूज्ड हूं. क्या कह रहा था कुछ पता नहीं. मैं तो चाहता हूं प्यार दो, प्यार लो, प्यार दो, प्यार लो. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ മദ്യപിച്ചിട്ടില്ല, താങ്കൾ മദ്യപിച്ചതായി ഇൻഡിക്കേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കൺഫ്യൂസ് ആയിട്ടില്ലെന്ന് താങ്കൾ പറയുന്നത് പോലെ, അപ്പോൾ കൺഫ്യൂസ് ആയതുപോലെ കാണിക്കണം. അതെ, ഞാൻ കുടിക്കാറുണ്ട്. ഷാമ്പയിൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും, ഇടയ്ക്കൊക്കെ വൈനും കുടിക്കാറുണ്ട്. ഞാനന്ന് ആ പ്രോഗ്രാമിൻ്റെ അന്ന് കുറച്ച് ഷാമ്പയിൻ കുടിച്ചിരുന്നു. അതിനും ഇതിനും യാതൊരു ബന്ധവുമില്ല, ആ ഇൻസിഡൻറ്റിനും ഇതിനും. ശരിക്കും പറയുകയാണെങ്കിൽ ആ സംഭവത്തെ അയാൾ വന്നിട്ട് വളരെയധികം വലുതാക്കി. അതായത് പറയുകയാണെങ്കിൽ പോർട്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, താങ്കൾ നന്നായി മദ്യപിച്ചിട്ട് അയാളുടെ പിന്നാലെ ഓടുന്നു, അയാളെ അടിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അയാൾ പേടിച്ച് ഓടുന്നതും കാണിക്കുന്നു. അങ്ങനെ നടന്നിരുന്നെങ്കിൽ എൻ്റെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തേനെ. ഞാൻ അവരുടെ നാട്ടിലല്ലേ അപ്പോൾ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അയാൾക്ക് ഞാൻ 2 അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ അയാളുടെ നാട്ടിലാണുള്ളത്, അവരെന്നെ അറസ്റ്റ് ചെയ്തേനെ. പിന്നെ വേറൊന്നും പറയുന്നുണ്ട്. ഞാൻ വളരെ മദ്യപിച്ച നിലയിലായിരുന്നു. ഞാൻ അയാളുടെ അലവിൽ 1-2 അടിയും കൊടുത്തെന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പറയും, ഇങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ ഇതൊരു റീസണായിട്ട് എടുക്കാൻ സാധിക്കുമായിരുന്നോ രജിത് സാർ?
ഇക്കാര്യം സത്യമാണോ? അതായത് ആ സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ പറയ്. അവിടെ ഉണ്ടായിരുന്നവർ ധാരാളം പേര് അവിടെ ഉണ്ട്. അവിടെ അക്ബർ ഖാൻ ഉണ്ടായിരുന്നു, അതെ. സഞ്ജയ് ഉണ്ടായിരുന്നു, ശത്രു ഖാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മഹേഷ് ഭട്ടും ഫർദീൻ ഖാൻ. ഫർദീൻ ഖാനും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും താങ്കൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് താങ്കളോട് ദേഷ്യപ്പെട്ടോ? അവര് ദേഷ്യത്തോടായിരുന്നില്ല, എൻ്റെ മേലൊരു കൺസെൻറ്റോടുകൂടെ ആയിരുന്നത്. അതായത് മോശമായിട്ടിരിക്കുന്നതിനേക്കാളും മോശപ്പേര് വാങ്ങുന്നത് വളരെ മോശമാണ്. മോശപ്പേര് വാങ്ങുന്നത് മോശമാണെന്ന് പറയാറുണ്ട്. അവരാണെങ്കിൽ ഒരുപാട് പേടിച്ചു പോയി. ഇയാളാണെങ്കിൽ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വളരെ സമാധാനപ്രിയരാണ്. അവരെന്താ എന്നെക്കുറിച്ച് ഓർത്ത് പേടിച്ചെന്ന് വെച്ചാൽ ഞാൻ അയാളുടെ അടുത്ത് പോയി അയാളെ വഴക്കം പറഞ്ഞ് 2 കൊടുക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവർ അക്ബർ ഖാൻ്റെ അടുത്ത് പോയി. ഖാൻ സാർ ഒരുപാട് ദേഷ്യത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ റെപ്യൂട്ടേഷൻ എന്നെക്കാളും മുന്നേ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെപ്പറ്റി അറിയാത്ത ജനങ്ങൾ ഇയാൾ വളരെ ക്രൂരനാണെന്ന് പറയും, എന്നോട് സംസാരിക്കാൻ തന്നെ പേടിക്കും. പക്ഷേ എൻ്റെ കൂടെ ക്ലോസ് ആയിരിക്കുന്നവർ അവർക്കറിയാം ഈ ലോകത്തിലെ തന്നെ ഞാൻ ഏറ്റവും വലിയ സമാധാനപ്രിയനാണെന്ന്. ഞാനങ്ങനെ മോശമായൊന്നും ചെയ്യാറുമില്ല. എൻ്റെ കൂടെയുള്ളവരോട് ഞാൻ എപ്പോഴും സിൻസിയർ ആയിരിക്കും. ഈ ലോകത്തിലെ തന്നെ ഇതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ താങ്കൾ ചിന്തിക്കുന്നു. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. താങ്കളുടെ റെപ്യൂട്ടേഷൻ അങ്ങനെയായിരുന്നു. അതായത് ഫിറോസ് ഖാന് ദേഷ്യം വരും, അത് വളരെ വേഗത്തിലായിരിക്കും.